ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഐസ്ക്രീം റെസിപ്പി ആട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലനായിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. എന്തായാലും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് കൂടി നോക്കണം, അത്ര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് പറ്റുന്നവർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഐസ്ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 ചെറിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 4 ബ്രെഡ് മതിയാവും. അപ്പോൾ അരിവൊക്കെ കളഞ്ഞിട്ട് തന്നെ എടുക്കുക കേട്ടോ. അരിവൊന്നും വേണ്ട. സൈഡൊക്കെ ഞാൻ 4 സൈഡും കട്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ഞാൻ മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനൊരു 2 ഏലക്ക ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആട്ടോ ഈ ഒരു ഐസ്ക്രീമിന് ഈ ഒരു ഏലക്ക ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വാനില എസൻസ് ആണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർക്കാം. പിന്നെ വാനില എസൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഏലക്ക തന്നെ ഒരു 2 എണ്ണം കൂടി ചേർത്താൽ മതിയാവും. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കവർ പാൽ, അതായത് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ, അതാണ് ഐസ് കട്ട പോലെ ഇരിക്കണേ. അപ്പോൾ ഫ്രീസറിൽ വെച്ചിരുന്ന പാലാണ് കേട്ടോ, കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിരുന്നു. അപ്പോൾ ഫുൾ പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ട് നമ്മളൊരു 2 മിനിറ്റ് ടൈം എടുത്തൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അതേ 2 മിനിറ്റ് ടൈം എടുത്ത് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു മിക്സ് ഞാനൊരു ട്രേയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്തിൽ വേണമെങ്കിലും വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും എയർ ടൈറ്റ് കണ്ടെയ്നറോ എന്തിൽ വെച്ച് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രീസ് ചെയ്യണം. ഏകദേശം ഒരു 8 മണിക്കൂർ, അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റാണ് ഞാൻ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. സിമ്പിളായിട്ട് പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്തായാലും ചെയ്ത് നോക്കണം, കാരണം എനിക്കിത് ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.